ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതനാച്ചെടിയെ കുറിച്ചാണ്. വഴുതനാച്ചെടിയിൽ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാനിവിടെ ടെറസിൽ, ഗ്രോ ബാഗിൽ, ചെടിച്ചട്ടിയിൽ, പഴയ സിമൻറ്റിൻ്റെ ചാക്കിലൊക്കെയാണ് ഈ പച്ചക്കറികളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട്. വഴുതന തന്നെ പല വെറൈറ്റി വഴുതനകളുണ്ട് കേട്ടോ. വയലറ്റ് വഴുതന, അതുപോലെ വെള്ള വഴുതന, ഉണ്ട വഴുതന, അങ്ങനെ ഒരുപാട് വെറൈറ്റിയൊക്കെ ഞാനിവിടെ നട്ട് പിടിപ്പിച്ചിരുന്നു. ഒരുപാട് എനിക്കിതിൽ നിന്ന് വിളവും കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇത് നീളമുള്ളൊരു വഴുതനയാണ് ഇട്ടത്. അതുപോലെ പച്ച വഴുതനയൊക്കെ ഉണ്ട്. പച്ച വഴുതനയൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ ചെയ്ത് കൊടുക്കാറ് ഇതുപോലെ കമ്പ് പ്രൂൺ ചെയ്ത് വിടും. ഇങ്ങനെ കമ്പ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നും ഒരുപാട് കമ്പുകൾ തളിർത്ത് വരും. അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് കണ്ടത് ഞാൻ മുമ്പ് പ്രൂൺ ചെയ്ത് വിട്ട ചെടിയാണ്. അപ്പോൾ ഇത് കണ്ടതിൻ്റെ ചുറ്റുഭാഗത്തു നിന്ന് പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ ജൈവവളങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി കായ്ച്ച് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം. ചാരം കൊണ്ടുള്ള ഈ വളമാണ് ഞാനിവിടെ വഴുതനാച്ചെടിക്ക്, വെണ്ടച്ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാറ്. ഇതിനൊരു പാത്രം ചാരം എടുത്തിട്ടുണ്ട്. വിറക് കത്തിച്ച ചാരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ അളവിന് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ്, കമ്പോസ്റ്റോ, കോഴിവളമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കാം. ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് മണ്ണും കൂടെ എടുക്കാം. മണ്ണ് കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിച്ച് ഒരു കുഴപ്പവുമില്ല. ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ചാരവും ചാണകപ്പൊടിയും മണ്ണും കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ചാരം കൊണ്ടുള്ള വളം റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നും കൂടെ കാണാം. അപ്പോൾ തന്നെ നമ്മൾ ഗ്രോ ബാഗിലുള്ള ഈ വഴുതന ചെടിക്ക് വളം വിട്ട് കൊടുക്കുന്നത് അത് കണ്ടതിൻ്റെ താഴെ നിന്ന് തന്നെ വഴുതന കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചുവട്ടിൽ കളകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലുള്ള ഈ മണ്ണ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ ഞാൻ ഇതിൽ നിറച്ചിട്ടുള്ളത്. അതായത് ഇതിൽ 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ച മിക്സ് ആയിരുന്നു. അതിൻ്റെ മുകളിലോട്ടാണ് മണ്ണിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ല വളക്കൂറുള്ള, നല്ല ഇളക്കമുള്ള, നല്ല ജൈവാംശമുള്ള മണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഈ ചാരം കൊണ്ടുള്ള ഈ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വളത്തിൻ്റെ കൂടെ തന്നെ ഞാൻ മണ്ണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ മണ്ണിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ വഴുതന ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ ചെടി വളർന്നു വരികയും മണ്ണൊന്നും തറഞ്ഞു പോവില്ല കേട്ടോ. ഉണങ്ങിയ കരിയിലൊക്കെ ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം നമ്മൾ പൊട്ടി മിക്സൊക്കെ നിറച്ചാൽ നമ്മുടെ ചെടികളുടെ വേരോടാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നനച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജൈവവളം ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെടികൾ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ തന്നെ അതിലൊക്കെ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.